ഒരിടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിദേശത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇന്ന് ജർമ്മനിയിൽ എത്തുന്ന പ്രധാനമന്ത്രി ചാൻസലർ ഒലാഫ് ഷോൾസയുമായി ചർച്ചകൾ നടത്തും. ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ഇന്ന് ബെർലിനിൽ എത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ജർമ്മനി ഇന്റർ ഗവൺമെന്റൽ കൺസൾട്ടേഷൻസിന്റെ 6ാമത് എഡിഷന്റെ ഭാഗമായി ചാൻസലർ ഒലാഫ് ഷോൾസയുമായി ചർച്ചകൾ നടത്തും. ജർമ്മൻ മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തും. ഡെൻമാർക്കിൽ നടക്കുന്ന 2ാമത്തെ ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെൻമാർക്ക്, ഐസ്ലൻഡ്, ഫിൻലൻഡ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക, കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതികവിദ്യ, പുനരുപയോഗിക്കാവുന്ന ഊർജം, ആഗോള സുരക്ഷാ സാഹചര്യം, ആർട്ടിക് മേഖലയിലെ ഇന്ത്യ നോർഡിക് സഹകരണം തുടങ്ങിയ വിഷയങ്ങളാണ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുക. ഡെൻമാർക്കിലെ വ്യാപാരി സമൂഹവുമായി ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും കൂടിക്കാഴ്ച നടത്തും. നിലവിലെ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ന്യൂസ് 18 ഡൽഹി. ഇന്ത്യൻ പ്രാദേശിക സമയം ഏതാണ്ട് രാവിലെ 9:30 തന്നെ പ്രധാനമന്ത്രി ബെർലിനിൽ എത്തും. പിന്നീട് അടുത്ത ദിവസങ്ങളിലടക്കം വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. ഇനി നമ്മൾ സംസ്ഥാനത്തെ വാർത്തകളിലേക്ക് തിരികെ വന്നാൽ, തിരുവനന്തപുരം ജില്ലയിൽ CITU AITUC ഭിന്നത രൂക്ഷം. മെയ് ദിന റാലിയും പൊതുസമ്മേളനവും വെവ്വേറെ നടത്തിയാണ് തർക്കം പരസ്യമാക്കിയത്. പൊതുസമ്മേളനത്തിൽ CITU നിലപാടിനെ CPI നേതാവ് C ദിവാകരൻ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. യോജിച്ചുള്ള പ്രക്ഷോഭങ്ങളിൽ പോലും CITU ഏകപക്ഷീയ നിലപാടെടുക്കുന്നു എന്നാണ് AITUCവിന്റെ പരാതി. മെയ് ദിനത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും തൊഴിലാളി സംഘടനകൾ സംയുക്ത റാലി നടത്തുകയാണ് പതിവ്. ഭരണമുള്ളപ്പോൾ തലസ്ഥാനത്ത് മുഖ്യമന്ത്രി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എന്നാൽ ഇന്നലെ CITUവിന്റെ റാലി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി പാർക്കിൽ അവസാനിച്ചു. പൊതുസമ്മേളനം മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വെള്ളയമ്പലത്ത് നിന്ന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലേക്കായിരുന്നു AITUCയുടെ മെയ് ദിന റാലി. പൊതുസമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ സംസാരിച്ച C ദിവാകരൻ CITU നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാ കാലത്തും നമ്മുടെ തിരുവനന്തപുരത്ത് മൈതാനത്ത് മുഖ്യമന്ത്രി മെയ് ദിന റാലി ഇനോഗ്രേറ്റ് ചെയ്യും. ഞാനവിടെ ഒരു പ്രാസംഗികനായിട്ടിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ശരിയല്ല. അത് തിരുത്തേണ്ടവർ തിരുത്തണം. ഞാനും ഒരു തെങ്ങുകയറ്റക്കാരനുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വെട്ടിയെടുക്കാം എന്ന ധാരണയിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനം ശരിയല്ല. തൽക്കാലം നിങ്ങൾക്ക് ചില വിജയങ്ങളെല്ലാം ചിലർക്കെല്ലാം കിട്ടും. ആത്യന്തികമായി തൊഴിലാളി വർഗം ഐക്യത്തിന് വേണ്ടി, വർഗ ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ. ദേശീയ പണിമുടക്ക് പോലുള്ള യോജിച്ച പ്രക്ഷോഭങ്ങളിൽ പോലും CITU സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നതാണ് ഭിന്നതയ്ക്ക് കാരണമായി AITUC നേതൃത്വം പറയുന്നത്. INTUCക്ക് കൊടുക്കുന്ന പരിഗണന പോലും AITUCക്ക് നൽകുന്നുമില്ല. CITU സമീപനം തിരുത്തിയില്ലെങ്കിൽ നിസ്സഹകരണം തുടരാനാണ് AITUCയുടെ തീരുമാനം. BB അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. CITUവും AITUCയും എല്ലാം സ്വതന്ത്ര സംഘടനകൾ ആണ് എങ്കിൽ പോലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനകളുടെ നിലപാടുകൾ പിന്തുടരുന്ന സംഘടനകളാണ്. പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാർ 1ാം വാർഷികാഘോഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഭരണമുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട യൂണിയനുകൾ തമ്മിലുള്ള തർക്കം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് പരിഹരിക്കുവാനുള്ള നീക്കങ്ങൾ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതേസമയം പ്രതിപക്ഷത്തുള്ള BJPയിലേക്ക് വരികയാണ് എങ്കിൽ, സംസ്ഥാനത്ത് BJPയിൽ പരസ്യമായി വിമത നീക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ അനുകൂലികൾ. പാലക്കാട് ചിറ്റൂരിൽ സേവാസമിതി പ്രവർത്തക കൺവെൻഷൻ എന്ന പേരിൽ നടന്ന വിമത യോഗം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ പൊളിക്കുന്നതിനായി BJP സംഘടിപ്പിച്ച സമാന്തര പരിപാടി അവഗണിച്ചാണ് പ്രവർത്തകർ കൺവെൻഷനിൽ എത്തിയത്. BJP സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നവരും നിലവിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരും ചേർന്നാണ് ചിറ്റൂരിൽ വിമത കൺവെൻഷൻ നടത്തിയത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന പത്മദുർഗ സേവാസമിതിയുടെ പ്രവർത്തക കൺവെൻഷൻ എന്ന പേരിലാണ് വിമത യോഗം ചേർന്നത്. ശോഭാ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ, SR ബാലസുബ്രഹ്മണ്യം, V നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു.
1000-ഓളം പേരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മൂലം പ്രവർത്തകർ കൊഴിഞ്ഞു പോകാതിരിക്കാനാണ് യോഗമെന്ന് പത്മദുർഗം സേവാസമിതി ഭാരവാഹികൾ പറയുന്നു. ഞാനടക്കമുള്ള നിരവധി പ്രവർത്തകർ വർഷങ്ങളോളം ഈ സംഘടനയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുകയും ഈ നേതൃത്വത്തിൻ്റെ പിടിപ്പേട് കാരണം പല പ്രവർത്തകരും ഇന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവരെ എല്ലാം തന്നെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രവർത്തനമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു സംഘടന രൂപീകരിച്ചത്. എന്നാൽ വിമത കൺവെൻഷൻ അല്ല എന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ സേവാസമിതിയുടെ പ്രവർത്തനം സംസ്ഥാന വ്യാപകമാക്കുമെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് സേവാസമിതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും, അതായത് പല നിയോജക മണ്ഡലങ്ങളിലേക്കും ഇത് വ്യാപിക്കും. ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ചിറ്റൂർ നിയോജക മണ്ഡലത്തിലാണെങ്കിൽ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ കേരളത്തിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് മുന്നോട്ട് പോകും. വിമത കൺവെൻഷൻ നടക്കുന്നതറിഞ്ഞ് BJP ഔദ്യോഗിക വിഭാഗം സംസ്ഥാന സർക്കാരിനെതിരെ മറ്റൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും പങ്കാളിത്തം ഏറെയും ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്ത യോഗത്തിലായിരുന്നു. വരും ദിവസങ്ങളിൽ BJP ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ വിമത നീക്കം ശക്തമാക്കാനാണ് ശോഭാ സുരേന്ദ്രൻ അനുകൂലികളുടെ നീക്കം. ന്യൂസ് 18 പാലക്കാട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഏറെ നാളായി ശോഭാ സുരേന്ദ്രൻ BJP സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. നിരവധി തവണ ദേശീയ നേതൃത്വവുമായി ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. പിന്നീട് ഭാരവാഹിത്വത്തിൽ അടക്കം തന്നെ തരം താഴ്ത്തി എന്ന ഒരു പ്രതീതിയുണ്ടാകുന്ന പശ്ചാത്തലം. ഇതിനിടയിലാണ് BJPയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായ പാലക്കാട്ട് ഇങ്ങനെയൊരു വിമത നീക്കം പരസ്യമായി നടക്കുന്നത്. പക്ഷേ സാങ്കേതികമായി ഇത് മറ്റൊരു ചടങ്ങാണ് എന്ന് ശോഭാ സുരേന്ദ്രന് പറയാൻ സാധിക്കുമെങ്കിലും നേതൃത്വം ഇതിനെതിരെ നടപടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തെ ഈ എതിർപ്പ് അറിയിക്കുവാനുള്ള സാധ്യതയുണ്ടോ? അഭിലാഷ്, ഇതിൽ എതിർപ്പ് ഔദ്യോഗിക വിഭാഗം എന്തായാലും ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ തന്നെയാണ് സാധ്യത. ഒന്ന് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ ഒരു കൺവെൻഷൻ നടത്തുന്നു എന്നതറിഞ്ഞുകൊണ്ട് തന്നെ അതേ ദിവസം ഇന്നലെ അതേ സമയത്ത് BJP മറ്റൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ ഇന്ധന വിലയിൽ സംസ്ഥാന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി അവിടെ സംഘടിപ്പിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞിട്ടുള്ളത് ഈ പരിപാടി അറിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് തലേ ദിവസമാണ് അങ്ങനെ ഒരു പരിപാടി അവിടെ നടത്തുന്നത് എന്നത് പ്രവർത്തകരെ അറിയിക്കുകയും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ നേതൃത്വം അറിയിപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ആ അറിയിപ്പ് നൽകിയിട്ട് പോലും ശോഭാ സുരേന്ദ്രൻ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ, BJP കൗൺസിലറായ നടേശൻ, പാലക്കാട് BJP കൗൺസിലറായ നടേശൻ, സ്മിതേഷ് തുടങ്ങിയ BJP നേതാക്കളെല്ലാം ഈ ചിറ്റൂരിൽ ചേർന്ന ഈ കൺവെൻഷനിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇത് അവിടുത്തെ സാങ്കേതികമായ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ചിറ്റൂരിലെ ഒരു സേവാ സമിതിയുടെ യോഗമാണെങ്കിൽ പാലക്കാട്ടെ നേതാക്കൾ കൂടി എന്തിന് പങ്കെടുത്തു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി BJPക്കുള്ളിൽ ഉയരുന്ന, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന ഒരു വിഭാഗം വലിയ അതൃപ്തിയിലാണ്. അതിന്റെ ഒരു തുടർച്ച വരും ദിവസങ്ങളിൽ BJPയുടെ സംസ്ഥാന നേതൃസ്ഥാനത്ത് വലിയ അഴിച്ചുപണി വരുന്നു എന്നെല്ലാം തന്നെ സൂചനകളുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ശോഭാ സുരേന്ദ്രൻ വിഭാഗം കൂടുതൽ അവരുടെ വിമത കൺവെൻഷനുകളുമായി മുന്നോട്ട് പോകുന്നു. നേതൃത്വത്തിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും അറിയിക്കുന്നു. അതിന്റെ ഒരു തുടക്കമാണ് ചിറ്റൂരിൽ നടന്നത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിമത കൺവെൻഷനല്ല, പക്ഷേ ഇത്തരത്തിൽ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും പരിപാടികൾ ശക്തമാക്കും എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരു സമാന്തര സംഘടനയായി അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു സമാന്തര പ്രവർത്തനം ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു തുടക്കമാണ് എന്ന് പാലക്കാട് ചിറ്റൂരിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. പ്രസാദ് സൂചിപ്പിക്കുന്ന പോലെ സാധാരണ ഇത്തരം വിമത നീക്കങ്ങൾ ഒന്നും പരസ്യമാക്കിക്കൊണ്ട് നേതാക്കൾ രംഗത്ത് എത്താറില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ വിയോജിപ്പുകൾ പലപ്പോഴായി മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും ആളുകളെയും അനുയായികളെയും എല്ലാം കൂട്ടിയുള്ള ഒരു പരിപാടിയിലേക്ക് പോകുന്നത് ആദ്യമായാണ്. അതോടൊപ്പം പ്രസാദ് സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ സംഘടനകൾക്ക് ഇപ്പോൾ BJPയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് വലിയ അകൽച്ചയും എതിർപ്പുകളും ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. അങ്ങനെ ഒരു സമ്മർദ്ദം കൂടി ശോഭാ സുരേന്ദ്രൻ ഈ യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോടൊപ്പം ഈ യോഗം സംസ്ഥാന നേതൃത്വത്തെ എത്രത്തോളം പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട്?
സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു യോഗം നടത്തുന്നത്. കാരണം സംസ്ഥാന നേതൃത്വത്തിലുള്ള വിയോജിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഇവർ മുൻകാലങ്ങളിലും ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് കടുത്ത വിയോജിപ്പുമായി ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകളും എല്ലാം തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത്തവണ എന്ന് പറയുന്നത് വീണ്ടും ഒരു സംഘടനയിൽ ഒരു അഴിച്ചുപണിക്ക് സാധ്യത ഉണ്ടാകുന്നു, അതിനുള്ള സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ തന്റെ ശക്തി അല്ലെങ്കിൽ അത്തരത്തിൽ തന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു സൂചന കൂടി ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നുണ്ടാകും. ഇതിൽ അവർ പറയുന്നത് ഇപ്പോൾ സേവാസമിതി സംഘപരിവാർ സംഘടനകൾക്കാണെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സേവാഭാരതിയുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പരിവാർ സംഘടനകൾ മറ്റു സംഘടനകളെല്ലാം തന്നെയുണ്ട്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ഈ RSS നിന്നും അല്ലെങ്കിൽ BJP-യിൽ നിന്നും ഇപ്പോൾ അകൽച്ച പാലിച്ച് നിൽക്കുകയും എന്നാൽ പാർട്ടി പോകാതിരിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് എന്നാണ് ഈ സംഘടനയിലെ ആളുകൾ തന്നെ പറയുന്നത്. അതിൽ നമ്മളോട് സംസാരിച്ച രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഇതിന്റെ ഭാരവാഹി തന്നെ പറയുന്നത് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് വിട്ടുനിൽക്കുന്ന ആളുകൾ കൊഴിഞ്ഞു പോകാതിരിക്കാനാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്, അതായത് സമാന്തര പ്രവർത്തനം നടത്തുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അവർക്ക് അത്രത്തോളം കടന്നു പറയാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. അതുകൊണ്ടുകൂടിയാണ് അവർ ഒരുപക്ഷെ വിമത കൺവെൻഷൻ എന്ന് സമ്മതിക്കാത്തത്. പക്ഷെ അവർ പറയുന്നത് സേവാ സമിതിയുടെ പ്രവർത്തനം എല്ലാ മണ്ഡലങ്ങളിലും അവർ ചെയ്യും, അത് കൂടുതൽ ശക്തിയായിരിക്കും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി നൽകിയത്. വിദ്വേഷ പ്രസംഗ വിവാദത്തിൽ PC ജോർജിന് ജാമ്യം ലഭിച്ചുവെങ്കിലും കോടതിയിൽ ഇനിയും വാദം തുടരും. പ്രോസിക്യൂഷൻ വാദം കേട്ട ശേഷമാകും കേസിൽ കോടതി അന്തിമവിധി പറയുക. ഉപാധികളോടെയാണ് കഴിഞ്ഞ ദിവസം ജോർജിന് ജാമ്യം അനുവദിച്ചത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലുള്ള കേസ് വേനൽ അവധിക്ക് ശേഷമാകും പരിഗണിക്കുക. പോലീസ് ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം, വിദ്വേഷമുണ്ടാക്കുന്ന പരാമർശങ്ങൾ പാടില്ല, സാക്ഷിയെ സ്വാധീനിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് PC ജോർജിന് ജാമ്യം അനുവദിച്ചത്. ഹിന്ദു സമ്മേളനത്തിലെ വിവാദ പ്രസ്താവനയോടെ PC ജോർജും BJP നേതൃത്വവും കൂടുതൽ അടുക്കുകയാണ്. BJP-യുമായി ചേർന്നുള്ളതാണ് ഇനി തന്റെ രാഷ്ട്രീയമെന്ന് PC ജോർജ് തന്നെ പറയുന്നു. ക്രൈസ്തവ സഭാ നേതൃത്വവുമായി കൂടുതൽ അടുക്കാൻ കാത്തിരുന്ന BJP-ക്കാകട്ടെ പുതിയ വിവാദങ്ങൾ രാഷ്ട്രീയ സാധ്യതയാവുകയാണ്. ഒരിക്കൽ BJP അനുകൂല രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചയാളാണ് PC ജോർജ്. പക്ഷേ പിന്നീടകന്നു. അടുത്തിടെ ലവ് ജിഹാദ് അടക്കമുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമായി PC ജോർജ് വീണ്ടും രംഗത്തെത്തിയതോടെ സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ശ്രദ്ധ വീണ്ടും PC ജോർജിലേക്ക് എത്തി. ഇതാണ് അനന്തപുരി ഹിന്ദു സംഗമത്തിലേക്ക് ക്ഷണിക്കാനും പിന്നീട് വിവാദ പ്രസ്താവനയ്ക്ക് ഇടവയ്ക്കുന്നതിനും കാരണമായത്. അറസ്റ്റും തുടർ വിവാദങ്ങളും PC ജോർജ് BJP ബന്ധം കൂടുതൽ ശക്തമാക്കി. ജോർജിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് BJP-യുടെ തീരുമാനം. ഈ ബന്ധം വീണ്ടും ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് നീളാനാണ് സാധ്യത. തന്റെ പുതിയ രാഷ്ട്രീയം BJP-ക്കൊപ്പമാണെന്ന് PC ജോർജും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതായത് തങ്ങൾ തുടർ രാഷ്ട്രീയം BJP-യും കൂടി സഹകരിപ്പിച്ചല്ലേ BJP-യും കൂടെ ചേർന്നുള്ള രാഷ്ട്രീയത്തിന്റെ സാധ്യത തേടുന്നുണ്ടെന്ന് അതൊക്കെ വരാൻ പോകുന്ന കാര്യം ഞാനിപ്പോൾ എങ്ങനെ പറയും? അതൊക്കെ വരട്ടെ, അത് ആവശ്യം തോന്നിയാൽ അങ്ങനെ വരുത്തും, അതാണ് വിഷയം. PC ജോർജിന്റെ സമീപകാല പ്രസ്താവനകൾക്ക് ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ നിന്നും വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. പാലാ ബിഷപ്പിനും ബിഷപ്പ് ഫ്രാങ്കോയ്ക്കും അനുകൂലമായ ജോർജിന്റെ നിലപാടുകൾ ഈ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കി. BJP-ക്ക് PC ജോർജിലേക്കുള്ള പ്രധാന ആകർഷണ കേന്ദ്രവും ഇതുതന്നെയാണ്. മുസ്ലിം വിരുദ്ധ നിലപാടുകൾ കൂടുതൽ ശക്തമാക്കി ഹിന്ദു സമൂഹത്തിനൊപ്പം ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തെയെങ്കിലും ഒപ്പം നിർത്തുകയാണ് BJP തന്ത്രം. അടുത്തയാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ നിർണായകമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഇത് ഇടവച്ചേക്കാം. TG സജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 വർഷം കൂടി ശേഷിക്കുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടക്കാൻ പോകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയായിരുന്നു BJP-യുടെ കച്ചിത്തുരുമ്പ്. ഇത്തവണ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തണം എന്നുള്ളത് ദേശീയ നേതൃത്വത്തിന്റെ കൂടി ആവശ്യമാണ്. അവിടെ ഒരവസരം കൂടി BJP-ക്ക് ലഭിക്കുകയാണ്. ഒപ്പം PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രദേശത്ത്, പ്രത്യേകിച്ച് പൂഞ്ഞാർ മേഖലയിലുള്ള സാഹചര്യം കൂടി ഏറ്റവും അനുകൂലമാകുന്ന ഒന്ന് എന്നാണോ ഇപ്പോൾ ഈ PC ജോർജിനെ ഒപ്പം നിർത്തുന്നതിനെ BJP കാണുന്നത്? അഭിലാഷ്, പുതിയ ചില രാഷ്ട്രീയ സാധ്യതകളാണ് ഈ PC ജോർജിന്റെ വിവാദ പ്രസ്താവനയും ഒപ്പം തന്നെ അതിന്റെ ഇന്നലെ നടന്ന തുടർ വിവാദങ്ങളും ഒക്കെ വഴിവെക്കുന്നത് എന്നതാണ് സാഹചര്യം. കാരണം ശക്തമായ പിന്തുണ PC ജോർജിന് BJP നൽകുന്നു. അത് വെറും ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലുണ്ടായ പിന്തുണ മാത്രമല്ല, അതിന് പിന്നിൽ ചില രാഷ്ട്രീയ സാധ്യതകളും തേടുന്നു എന്നതാണ് അതിന്റെ സാഹചര്യം.
കാരണം പി സി ജോർജ് നേരത്തെ തന്നെ BJP അനുകൂല നിലപാടെടുത്തതാണ്. മുമ്പ് BJP MLA ആയിരുന്ന O രാജഗോപാലിനൊപ്പം ഒരു ചേരിയായി ഒരു ബ്ലോക്കായി നിയമസഭയിൽ പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. പക്ഷേ പിന്നീട് ആ ബന്ധത്തിൽ വിള്ളൽ വീഴുകയും പിന്നീട് നിയമസഭയിൽ അദ്ദേഹം സ്വതന്ത്ര സംവിധാനം സ്വീകരിക്കുകയുമാണ് ചെയ്തത്. എന്നിരുന്നാൽ കൂടിയും BJPയുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ അത് ഒന്നുകൂടി ശക്തമാകുന്നു എന്നതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ BJPയെ സംബന്ധിച്ച് അവർ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി കൂടുതൽ അടുക്കാനുള്ള എല്ലാ സാധ്യതകളും നേടുന്നു. കേന്ദ്ര തലത്തിൽ, കേന്ദ്ര സർക്കാർ തലത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നേരത്തെ മുതൽ തന്നെ നടക്കുന്നുമുണ്ട്. എന്തായാലും പി സി ജോർജ് അതിനൊരു സാധ്യതയായി BJP മാറ്റുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഇതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ പാലാ ബിഷപ്പ് വിവാദം, ഒപ്പം തന്നെ ബിഷപ്പ് ഫ്രാങ്കോയുടെ പീഡനക്കേസ്, ഈ വിവാദങ്ങളിലൊക്കെ അന്ന് പൂർണ്ണമായി ഈ കത്തോലിക്ക സഭയ്ക്കൊപ്പം കടുത്ത നിലപാട് പി സി ജോർജ് എടുത്തിരുന്നു. ഒരുപക്ഷെ പൊതുസമൂഹത്തിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് സഭയെ ഒപ്പം നിർത്താൻ പി സി ജോർജ് ശ്രമിച്ചിരുന്നു. ഇതൊക്കെ പി സി ജോർജിന് ആ തരത്തിൽ ചെറിയ വിഭാഗത്തിന്റെയെങ്കിലും വലിയ സ്വീകാര്യത ഇതിനിടയിൽ ലഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ സാധ്യതയൊക്കെ BJP പ്രയോജനപ്പെടുത്തുകയാണ്. ഇതിനിടയിലാണ് അമിത്ഷായുടെ കേരള സന്ദർശനം വരുന്നത്. സ്വാഭാവികമായും ഇതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രസക്തം. ഇന്നലെ വി മുരളീധരനും പി സി ജോർജുമായുള്ള കൂടിക്കാഴ്ച നടന്നു. അതിനുശേഷം BJPയുടെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു പരിപാടിയിൽ പി സി ജോർജ് പങ്കെടുക്കുകയും ചെയ്തു. ഈ തരത്തിലേക്കൊക്കെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും പുതിയ ചില രാഷ്ട്രീയ നീക്കങ്ങളും സാധ്യതകളും ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വ്യക്തത ഉണ്ടാവും. പി സി ജോർജ് തന്നെ ഇത്തരം രാഷ്ട്രീയ സാധ്യത ഉണ്ടാകുമെന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. TJ സജിത്ത് തിരുവനന്തപുരത്ത് നിന്നും. ഹൈന്ദവരുടെ ക്ഷേമത്തിന് കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് കുളത്തൂർ അദ്വൈതാശ്രമം അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി മഹാരാജ്. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയാണ്. ഹൈന്ദവ സമുദായത്തിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ മാത്രമാണ് എതിർപ്പ് ഉയരുന്നത് എന്നും ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. വിവിധ സമുദായങ്ങൾക്ക് വാരിക്കോരി കൊടുത്തിട്ടും ഒരു പരാതിയും വരുന്നില്ല. എന്നാൽ ഹൈന്ദവർക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കുമ്പോൾ എതിർപ്പുയരുകയാണെന്ന് സ്വാമി ചിദാനന്ദപുരി മഹാരാജ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാൽ കഴുകുന്നതിനെ മന്ത്രിമാർ വരെ എതിർത്തു. കോടതിയിൽ പോയപ്പോഴാണ് അനുമതി ലഭിച്ചത്. എന്നാൽ പള്ളികളിൽ കാൽ കഴുകൽ ചടങ്ങ് നടത്തുന്നതിനെ ആരും എതിർക്കുന്നില്ലെന്നും ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനത്തിൽ സന്ദേശം നൽകവെ ചിദാനന്ദപുരി ചൂണ്ടിക്കാട്ടി. കാലുകഴുകിച്ചൂട്ടൽ പാടില്ല, മന്ത്രി ശാസനം ഇറക്കി. ഇത് പ്രാകൃതാചാരമാണ്, നവോത്ഥാന കേരളത്തിന് യോജിക്കുന്നതല്ല. അതേ സമയത്ത് ക്രിസ്ത്യൻ സമൂഹത്തിൽ പെസഹ വ്യാഴാഴ്ച കാല് കഴുകിച്ചാൽ അത് നവോത്ഥാനത്തിന് യോജിക്കുന്നതാണ്, ഹിന്ദു കഴുകിച്ചാൽ യോജിക്കുന്നതല്ല. ഏതായാലും ഹൈക്കോടതി സത്യം തിരിച്ചറിഞ്ഞ് ശക്തമായി പറഞ്ഞു, കാല് കഴുകിച്ചൂട്ടൽ എന്ന പേര് മാറ്റാൻ പാടില്ല, അതിനെ സമാരാധന എന്നാക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. ഹൈക്കോടതിക്കെങ്കിലും കുറച്ച് നമ്മുടെ ഒരു ധർമ്മത്തിന്റെ രക്ഷയ്ക്ക് നിലനിൽക്കുന്നു എന്നുള്ളൊരു സമാധാനം ഇന്നുണ്ട്. സമ്മേളനത്തിൽ സ്വാമി മൃഢാനന്ദ സ്മാരക ആധ്യാത്മിക പുരസ്കാരം ജന്മഭൂമി മുൻ പത്രാധിപർ നാരായൺജിക്ക് നൽകി. KP കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത പ്രചാര പുരസ്കാരം പ്രമുഖ സംസ്കൃത ഭാഷാ പ്രചാരകൻ അജിതൻ വാര്യർക്ക് സമ്മാനിച്ചു. വിവേകാനന്ദ സേവാകേന്ദ്രം പ്രസിഡന്റ് സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കൂൾബാറിന്റെ മാനേജിംഗ് പാർട്ണർ മംഗളൂരു സ്വദേശി അനക്സ്, ജീവനക്കാരൻ നേപ്പാൾ സ്വദേശി സന്ദേശ് റായ് എന്നിവരാണ് അറസ്റ്റിലായത്. മറ്റൊരു മാനേജിംഗ് പാർട്ണറായ അഹമ്മദിനെ കസ്റ്റഡിയിലെടുത്തു. കൂൾബാറിന്റെ വാഹനം തീവെച്ച് നശിപ്പിച്ചു. ഷവർമ കഴിച്ച 46 പേരാണ് ചികിത്സയിലുള്ളത്. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഒന്ന് കൂൾബാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു അനാസ്ഥ, അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ച് വിഷബാധയേറ്റ് ഒരാൾ മരിച്ചത്, അതുമായി ബന്ധപ്പെട്ട നടപടികൾ, അതോടൊപ്പം ഈ വാഹനം തീവെച്ച് നശിപ്പിച്ചത് ആരാണ് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതിൽ പോലീസ് കേസ് എടുക്കുകയോ മറ്റ് നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടോ? അഭിലാഷ്, ഈ സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ സ്ഥാപനം ഇപ്പോൾ അടുത്ത് സീൽ ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ 2 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 304, 308, 272 എന്നീ വകുപ്പുകൾ, അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ഉൾപ്പെടെയാണ് ഇവർക്കെതിരെ ചന്തേര പോലീസ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റിലായിരിക്കുന്നത് മാനേജിംഗ് പാർട്ണർ മംഗളൂരു സ്വദേശി അലക്സ്,
അതുപോലെ തന്നെ ഷവർമ മേക്കർ നേപ്പാൾ സ്വദേശിയായ സന്ദേശ് റായ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത് ഇതിന്റെ ഒരു മാനേജിംഗ് പാർട്ണർ കൂടിയായ അഹമ്മദ് എന്നയാളാണ്. എന്തായാലും ഈ സ്ഥലത്ത് പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൂൾബാറിലെ മാരുതി ഒമിനിയാണ് തീവെച്ച് നശിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂർണ്ണമായും കസ്റ്റഡിയിലാണ് ഈ മാരുതി ഉള്ളത്. ഈ വാഹനം ഇപ്പോൾ ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 46 പേരാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, ചെറുവത്തൂർ, പരിയാരം, അതുപോലെ തന്നെ മംഗളൂരു എന്നിവിടങ്ങളിലായി ഇപ്പോൾ നിലവിൽ ചികിത്സ തുടരുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ ഷവർമ കഴിച്ച് മരണപ്പെട്ട ദേവാനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. ഉച്ചയോടുകൂടി തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പോലീസ് എന്തായാലും ഇത്തരത്തിൽ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അഭിലാഷ്. കാസർഗോഡ് നിന്നും KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എതിരാളികളായി ബംഗാളിനെ ബഹുമാനിക്കുന്നു, പക്ഷേ കിരീടം കേരളത്തിന് വേണം എന്നാണ് പരിശീലകൻ പറയുന്നത്. എന്നാൽ എല്ലാ നിലയിലും പൂർണ്ണമായും സജ്ജമാണ് എന്നും ജയിക്കാനാകും എന്ന ആത്മവിശ്വാസത്തോടെയാണ് കളത്തിൽ ഇറങ്ങുന്നത് എന്നുമാണ് കേരള ക്യാപ്റ്റൻ ജിജു ജോസഫ് പറയുന്നത്. ആദ്യ റൗണ്ടിൽ ബംഗാളിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. പയ്യനാട് സ്റ്റേഡിയത്തിൽ എത്തുന്ന ആരാധകരുടെ പിന്തുണ നൽകുന്ന ഊർജം വലുതാണ് എന്നും അവരെ നിരാശരാക്കില്ല എന്നുമാണ് ജിജു ജോസഫ് ന്യൂസ് 18നോട് പറഞ്ഞത്. സന്തോഷ് ട്രോഫിയിലെ 7ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം കളത്തിലിറങ്ങുകയാണ്. തന്ത്രം കൊണ്ടും പ്രകടനം കൊണ്ടും കേരളത്തെ നയിക്കുന്ന കേരള ടീം ക്യാപ്റ്റൻ ജിജു ജോസഫാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഗംഭീര പ്രകടനമായിരുന്നു ഇതുവരെയൊക്കെ. എങ്ങനെയുണ്ട് ഇനി ഫൈനലിന്റെ പ്ലാനിങ്ങൾ? നമ്മൾ ഇതുവരെയുള്ള എല്ലാ പെർഫോമൻസും നമ്മളത് വിട്ടു. ഇനിയിപ്പോൾ ഫൈനലാണ് ലക്ഷ്യം. അപ്പോൾ നമ്മളത് കിരീടം നേടലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനേക്കുള്ള തയ്യാറെടുപ്പിലാണ്. പ്ലേയേഴ്സാണെങ്കിലും എല്ലാവരും അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. നല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ബംഗാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഗ് ഗ്രൗണ്ടിൽ നമ്മൾ തോൽപ്പിച്ച ടീമാണെന്നുണ്ടെങ്കിലും നല്ല ശക്തരാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു കളി എന്തായാലും നമ്മൾ കാഴ്ചവെക്കാൻ തീരുമാനിച്ചു. സെമി ഫൈനലിൽ 7 ഗോളുകൾ നേടി, അതിൽ 5 ഗോളും ജസ്റ്റിൻ നേടി. അപ്പോഴും പക്ഷേ 3 ഗോൾ വഴങ്ങി എന്നുള്ളൊരു വിമർശനം, നമ്മളെ പ്രതിരോധത്തിൽ അല്പം ദുർബലമാണ് എന്നുള്ളൊരു വിമർശനം പല ഭാഗത്തും വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ കാണും? അല്ല, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവരടിച്ച ഗോളുകളൊക്കെ നല്ല അടിപൊളി ഗോളുകളാണ്. നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ അവരും കളിക്കാനുള്ള ഒരു മൈൻഡിൽ തന്നെയല്ലേ. അപ്പോൾ ഗോളുകൾ നമുക്ക് ഒരു കുറവായിട്ട് തോന്നണില്ല. എന്നാലും നമ്മളെന്തായാലും നല്ലൊരു കളി, അത് ആ ഒരു മിസ്റ്റേക്കൊന്നും നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. നമ്മളുടെ ഇനിയിപ്പോൾ കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ ലക്ഷ്യം ഫൈനൽ മാത്രമാണ്. അപ്പോൾ ഇനി അതിലേക്കാണ് നമ്മുടെ പ്ലേയേഴ്സ് ആണെങ്കിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യണം. വേറെ നമ്മൾ ഇത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ടഫ് മാച്ചസ് ആയിരുന്നു എല്ലാം. അതിൽ തന്നെ ഏറ്റവും ടഫായ മത്സരങ്ങൾ ഒന്നായിരുന്നു ബംഗാളിനെതിരെ ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ജയിച്ചു. ബംഗാൾ ടീമിന്റെ പ്രകടനത്തെ, ഇതുവരെയുള്ള പ്രകടനത്തെ എങ്ങനെ കാണും? അവർ നല്ലൊരു കളി കാഴ്ചവെച്ചിട്ടാണ് ഇപ്പോൾ ജയിച്ചു വന്നതാണ്. നല്ലൊരു കോൺഫിഡൻസ് ആണ്. നന്നായി അവർ നല്ല കളി തന്നെയാണ്. അവർ ഓരോ കളി കഴിയുമ്പോഴും അവർ ഇമ്പ്രൂവ് ആയി വരുന്നൊരു ടീമാണ്. ഇപ്പോൾ കഴിഞ്ഞ കളി സെമിയിലാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഭയങ്കര. അത് നമുക്ക് ആ ഒരു ബോഡി ലാംഗ്വേജിൽ അവരുടെ ഫസ്റ്റ് ഒരു 10 മിനിറ്റൊക്കെ കളി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ നല്ലൊരു മികച്ച ടീം തന്നെയാണ്. അവർ നിരന്തരം അവർ തെളിയിച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പോൾ എത്രയോ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് തന്നെ ബംഗാളിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അത്രയധികം ഫൈനൽ അവർ കളിക്കുകയും ചെയ്തു, കപ്പടിക്കുകയും ചെയ്തു. അവർ സെമിയും ഏറ്റവും കൂടുതൽ അവർ തന്നെയും കളിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ആധിപത്യം ആ പ്ലേയേഴ്സിനും അവരുടെ ആ ഒരു മനസ്സിലും ഉണ്ട്. എല്ലാ പ്ലേയേഴ്സിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അടിപൊളിയാണ്. എന്തായാലും നമ്മളുടെ ഒരു കളി കാഴ്ചവെച്ച് നമുക്ക് ആ കിരീടം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്കും നമ്മളുടെ പ്ലേയേഴ്സിൻ്റെ, നമ്മുടെ ജൂനിയർ പ്ലേയേഴ്സ് ആണെങ്കിലും സീനിയർ പ്ലേയേഴ്സാണ് ഇറങ്ങുന്നവരൊക്കെ നല്ലൊരു മികച്ച പ്രകടനം, അവരുടേതായ ഒരു കയ്യൊപ്പ് അവർ കാഴ്ചവെച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമ്മുടെ ടീമിനുള്ളത്. അപ്പോൾ അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ബെഞ്ച് സ്ട്രെങ്ത്ത്, അതാണ് നമ്മളുടെ ഏറ്റവും വലിയ കരുത്ത്. അപ്പോൾ ആ ഒരു ഇത് നമ്മളുടെ ഇനിയുള്ള ബംഗാളായിട്ടുള്ള കളിയിലും നമുക്കത് കാണാൻ സാധിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അഗ്രസീവായിട്ടാണ് നമ്മൾ ഇതുവരെ കളിച്ച് ജയിച്ചിട്ടുള്ളത്. ഒരിക്കൽ പോലും ഡിഫൻസിലേക്ക് പോയിട്ട് സമ്മർദ്ദത്തിലാവുന്ന സാഹചര്യം വന്നിട്ടില്ല. അതേ ഒരു ശൈലി തന്നെ ആയിരിക്കും. നമ്മൾ ഇതുവരെ ഇപ്പോൾ സെമി ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ റൗണ്ടിലെ ക്രൂഷ്യൽ മാച്ചസുകൾ കളിച്ചു. അപ്പോൾ അതിലൊക്കെ നമ്മളുടെ ആ ശൈലിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ശൈലിക്ക് ആപ്റ്റാണ് പ്ലേയേഴ്സിനാണ് നമ്മുടെ കോച്ച് എടുത്താണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഡിഫെൻഡിങ്ങിലേക്ക് ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിന് കഴിയണമെന്നില്ല. നമ്മൾ ഓൾറെഡി അറ്റാക്കിംഗ് ശൈലിയിലുള്ള പ്ലേയേഴ്സിനെ എടുത്തേക്കണേ. ആ ഒരു കളിയാണ് നമ്മൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ആ ഒരു ശൈലി ഇനിയാവും. നമ്മൾ ഫൈനലാണെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഡിഫെൻഡിങ് ആയി സമനില പിടിച്ച് പെനാൽറ്റി അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു മൈൻഡും ഇതൊന്നുമില്ല. അതിൽ അവസാനിക്കുകയാണെങ്കിൽ അതിൽ അവസാനിക്കും. അതെന്തായാലും നല്ലൊരു
കളി നമ്മൾ കാഴ്ചവെക്കുകയും ചെയ്യും. കാണികൾക്കായിട്ട് അത് നല്ലൊരു കളി കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൻ്റെ ലോകകപ്പാണ് സന്തോഷ് ട്രോഫി എന്നാണ് പറയുന്നത്. ജിജു കുട്ടിക്കാലം മുതൽ സന്തോഷ് ട്രോഫി നേടിയ വാർത്തകളൊക്കെ കേരള ടീം നേടിയതിൻ്റെയൊക്കെ അറിഞ്ഞും കേട്ടൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ആ ഒരു ഫൈനലിൽ ടീമിനെ നായകനായിട്ട് നയിക്കുകയാണ്. എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഈ ഒരു കളിയൊക്കെ? അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ആ നയിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജേഴ്സി അണിയാന്ന് പറഞ്ഞ ഒരു ഇത് അതിൽ നമ്മൾ ആ കേരള ടീമിനെ നമ്മളൊരു ക്യാപ്റ്റൻസി നമുക്ക് തന്നിട്ട് നമ്മളതിൽ ആ ഒരു ജേഴ്സി അണിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ഒരു ഫീല് വേറൊരു ഫീലാണ്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല, എല്ലാവർക്കും ഒരു കിട്ടണമെന്നില്ല, ഒരു പ്രത്യേക ഫീലാണ്. എന്തായാലും അത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം കളി കാണാൻ വന്ന ആളുകളൊക്കെ ആർത്ത് വിളിക്കുമായിരുന്നു. ഓരോ ഗോളടിക്കുമ്പോഴും മെക്സിക്കൻ വേവും യൂസിലേക്ക് അടിച്ച് ആകെ ആർത്തിരമ്പുമായിരുന്നു. ഈ ഫൈനലിൽ ഇതിനേക്കാൾ ആളുകളാണ് വരാൻ പോകുന്നത്. കാണികളുടെ ഊർജ്ജം വലുതാണെന്ന് ജിജു നേരത്തെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഫൈനലിൽ വരുന്ന കാണികളോട് എന്താണ് പറയുന്നത്? ഒന്നുമില്ല, ഇപ്പോൾ നമുക്ക് തരുന്ന സപ്പോർട്ട് മാത്രം തന്നാൽ മതി. സപ്പോർട്ടും പ്രാർത്ഥനയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ആ കിരീടം നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അതിൽ യാതൊരു സംശയമില്ല. ആ ഒരു സപ്പോർട്ടുള്ള കാരണം തന്നെയാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അത് നമ്മൾ പല കളികളും എടുക്കുമ്പോൾ അറിയാം, നമ്മൾ തിരിച്ചു വന്ന് നോക്കി ഈ കാണികളുടെ സപ്പോർട്ടിന്. അപ്പോൾ അത് തിരിച്ച് എന്തായാലും ഉണ്ടാവും എന്നറിയാം. പക്ഷേ ഇതിലും കൂടുതൽ ഒന്നുകൂടി പരമാവധി പറ്റാവുന്നത് ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, ബാക്കിയൊക്കെ നമ്മൾ ഫീൽഡിൽ നമ്മളത് ചെയ്യും. തീർച്ചയായും ആത്മവിശ്വാസത്തോടെ തന്നെ കേരള ടീം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സന്തോഷ് ട്രോഫി ഇത്തവണ ഈ മണ്ണിൽ നിന്നും പോകില്ല എന്ന് ഉറപ്പു പറയുകയാണ് ക്യാപ്റ്റൻ ജിജു ജോസഫ്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. മുതിർന്ന രാഷ്ട്രീയക്കാരൻ എന്നതിൽ അപ്പുറം ഒരു പഴയ ഫുട്ബോൾ താരം കൂടിയാണ് TK ഹംസ. സ്വന്തം നാട്ടിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫൈനലിലെ പ്രതീക്ഷകളും വിലയിരുത്തലുകളുമായി TK ഹംസയും ന്യൂസ് 18നോടൊപ്പം ചേരുന്നുണ്ട്. മലപ്പുറത്തിന് ഫുട്ബോൾ എന്നും വലിയ ആവേശമാണ്. അപ്പോൾ ഇന്ത്യയുടെ ലോകകപ്പ് എന്നറിയപ്പെടുന്ന സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ മലപ്പുറം മഞ്ചേരിയിൽ കളിക്കുമ്പോഴോ ആ ആവേശം 10 മടങ്ങാണ്. നമ്മളൊപ്പം ഇപ്പോൾ ചേരുന്നത് ഒരു പഴയ ഫുട്ബോൾ താരവും മുതിർന്ന രാഷ്ട്രീയ നേതാവുമായ TK ഹംസയാണ്. പഴയ ഫുട്ബോൾ താരം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പലതിലും വായിച്ചിട്ടുണ്ട്, പണ്ട് കളിക്കാൻ പോയതിൻ്റെ കഥകളൊക്കെ. ഇപ്പോൾ നമ്മളെ സന്തോഷ് ട്രോഫി ഫൈനൽ തൊട്ടടുത്ത് മഞ്ചേരി പയ്യനാട് നടക്കുന്നു. എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഫുട്ബോൾ കളിച്ചിരുന്നു ചെറുപ്പം മുതൽക്ക്. ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂൾ ടീമിലെ കളിക്കാരനായിരുന്നു. ആ കാലം കഴിഞ്ഞ് പിന്നെ കോളേജിലെത്തിയപ്പോൾ ഫറൂഖ് കോളേജ് ടീമിൽ കളിച്ചു. പിന്നെ ചെറിയ ചെറിയ ടൂർണമെന്റിലൊക്കെ കളിച്ച ആ കാലത്ത് ഫുട്ബോൾ കളിയും കലാസാഹിത്യവും പാട്ടും രാഷ്ട്രീയവും ഒരുപോലെയാണ് ഞാൻ കൊണ്ടു നടന്നത്. അവസാനം രാഷ്ട്രീയത്തിലാണ് ഫുൾ ടൈമായി, മറ്റേ രണ്ടും പോയി. ഫുട്ബോൾ ഇന്നും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ്. മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകിച്ചും ഫുട്ബോളിൽ വലിയ ഒരു ആവേശമുണ്ട് എന്ന് കാണുന്നുണ്ടല്ലോ. അതിനുള്ള കാരണം മലപ്പുറത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് സായിബന്മാരുടെ മിലിറ്ററിക്കാരുടെ ക്യാമ്പായിരുന്നു. പിന്നീട് അത് MSP ക്യാമ്പായി മാറി. അവരുടെ കവാത്തും കളിയും നടത്തുന്നതാണ് കോട്ടമൈതാനം. കവാത്ത് പറമ്പ് എന്നാണ് അതിന്റെ പേര്. അവിടെയായിരുന്നു ഒരുപാട് കാലം കളി. അപ്പൊ നമ്മുടെ നാട്ടുകാർ ഇതങ്ങനെ കണ്ട് നിൽക്കും. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഹൈസ്കൂളാണ് മലപ്പുറം ഹൈസ്കൂള്. അത് ഈ മൈതാനത്തിന്റെ മുമ്പിലാണ്. അപ്പൊ ആ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തുനിന്നും വന്ന കുട്ടികളുണ്ട്. അവരും നാട്ടുകാരും ഒക്കെ ഈ കളി കണ്ടും ബന്ധപ്പെട്ടും മിലിറ്ററി പട്ടാളക്കാരുടെ വെള്ളക്കാരുടെ ഒക്കെ സഹായത്തിൽ അങ്ങനെ കളിച്ച് ആവേശം കൊണ്ടു. അത് ജില്ലയിൽ ആകെ പടർന്നു പിടിച്ച ഒരു സൂക്കടാണ്. ആ രീതിയിലാണ് അത് വളർന്നു വന്നത്. ഫുട്ബോളിന്റെ ഈ കമ്പത്തിന് നാഗജി ടൂർണമെന്റ് കോഴിക്കോട്ട് തുടങ്ങിയ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കലാണ് ഞങ്ങളൊക്കെ. അതിനിടക്ക് ഈ സന്തോഷ് ട്രോഫി അധികം വന്നിട്ടില്ല. 1956 ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് എറണാകുളത്ത് വെച്ച് സന്തോഷ് ട്രോഫി വന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. അത് കളിച്ച് അവസാനം ബംഗാളും പട്ടാള ടീം സർവീസസും തമ്മിലാണ് ഫൈനലിൽ വന്നത്. 2 ദിവസം ഡ്രോ ആയി. ഫൈനൽ 3ാമത്തെ ദിവസം എല്ലാ വിഷമം സഹിച്ചു ഞാനൊക്കെ എറണാകുളത്ത് എത്തി. 10ാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന്. അങ്ങനെ 11 മണിക്ക് തന്നെ ഗാലറി കയറിയിരുന്ന് കളി കാണാൻ വേണ്ടിയിട്ട്. കളി 5 മണിക്ക്, 11 മണിക്ക് തന്നെ ഹാള് ഫുള്ളായി. ഇന്നത്തെ മാതിരിയല്ല, ഗാലറിയൊക്കെ കയറുന്നില്ല, ആള് ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിക്കുക. ഇന്നുണ്ട് അങ്ങനെ ഹോംവർക്കെല്ലാം അതിന്റെ മുകളിൽ നിന്നാണ്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ കണ്ടിരുന്ന് കളി അങ്ങ് തുടങ്ങി. അതിൽ ഒരു അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ
സർവീസസിന്റെ സെന്റർ ഫോർവേഡ് ഇന്ത്യയുടെ സെന്റർ ഫോർവേഡാണ് പുരൺ ബഹദൂർ. സർവീസസിന്റെ ഗോളി ഇന്ത്യയുടെ ഗോളിയാണ് തങ്കരാജ്. മറുവശത്ത് ബംഗാൾ ടീം ഇന്നത്തെ മാതിരിയല്ല. ബംഗാളിലുള്ള പ്രശസ്തമായ വലിയ ക്ലബുകൾ, അവരിൽ കളിക്കുന്ന കളിക്കാരൊക്കെ ആ ട്രോഫിയിൽ വരും, ടീമിൽ വരും. അതിൽ ബംഗാളിന്റെ സെന്റർ ഫോർവേഡ് അബ്ദുറഹ്മാൻ ആയിരുന്നു. അന്ന് മോഹൻ ബാഗനിൽ കളിക്കാൻ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം, കോഴിക്കോട്ടുകാരൻ, ഒളിമ്പിയൻ അബ്ദുറഹ്മാൻ ബാക്കും ഈ ആയിട്ട് ആണ് ബംഗാൾ ടീം. സർവീസത്തിന്റെ സെന്റർ ഫോർവേഡ് പുരൺ ബഹദൂറും 2 ദിവസം ഗോൾ അടിക്കാൻ സമ്മതിക്കാതെ അയാളെ പിടിച്ചു നിർത്തി അബ്ദുറഹ്മാൻ, കെട്ടി. 3-ാമത്തെ ദിവസം അതേമാതിരി തന്നെ ഹാഫ് ടൈം വരെ ഞങ്ങളൊക്കെ ശ്വാസം പിടിച്ചിരുന്ന കളി കാണുന്നത്. ഹാഫ് ടൈമിന് ശേഷം ബംഗാളിന് അനുകൂലമായിട്ട് ഒരു പെനാൽറ്റി കിട്ടി. പെനാൽറ്റി കിട്ടിയപ്പോൾ ആരാണ് അടിക്കേണ്ടതെന്ന് കളിക്കാർ തമ്മിൽ ഇങ്ങനെ ആലോചിക്കുന്ന ഇടയിൽ മാനേജർ ഇടപെട്ടിട്ട് പറഞ്ഞു അബ്ദുറഹ്മാൻ അടിക്കട്ടെ. സാധാരണഗതിയിൽ സ്റ്റഡി ബാക്കിനെ കൊണ്ട് അടുപ്പിക്കില്ല പെനാൽറ്റി. കാരണം പന്ത് പൊന്തിപ്പോവും. ബാക്കിൽ കളിക്കുന്ന അടിച്ച പൊന്തലാണല്ലോ. അപ്പൊ ഫോർവേഡ്. പക്ഷെ ഇത് അബ്ദുറഹ്മാൻ എന്നെ അടിക്കണം. ഒറ്റ അടി, അതാണ് ഗോളായി. ആ ഒരു ഗോളിന് ബംഗാള് അന്ന് കപ്പടിച്ചു. അതിന്റെ സാക്ഷിയാണ് ഞാനൊക്കെ. അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോ മലപ്പുറം തിരി വന്ന് നോക്കുമ്പോ എന്നെ പോലത്തെ ഒരുപാട് ആവേശക്കാരുണ്ടല്ലോ. ഇതെല്ലാം കൂടി നിറഞ്ഞ് എന്താ ജനം. ഇന്ത്യയിൽ ഇത്രയധികം ഒറ്റ കളിക്ക് ഇത്രയധികം ആളുണ്ടായ കളി ഉണ്ടാവില്ല. ഞാൻ എല്ലാ ദിവസവും മിക്ക കളിക്കും ഞാൻ വരാറുണ്ട്. ഇല്ലാത്ത ദിവസം മൊബൈലിലെങ്കിലും കളി കാണും. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു ഞാൻ. അപ്പോ നല്ല കളിയാണ് കളിക്കുന്നത്. പക്ഷെ എന്തുണ്ട്, പണ്ടുള്ള ആ ഒരു നിയമം ഇപ്പില്ല. പ്രശസ്തമായ പ്രഗത്ഭരായ ക്ലബിലെ കളിക്കാര് സന്തോഷ് ട്രോഫി ടീമിൽ സെലക്ട് ചെയ്യും. അങ്ങനെയല്ല ഇപ്പോ രജിസ്റ്റർ ചെയ്ത ക്ലബിലെ കളിക്കാർക്ക് ഇതിൽ എടുക്കാൻ പാടില്ല. ഇത് യുവാക്കളുടെ ഒരു മുന്നേറ്റമാണ്, ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ. അപ്പൊ അതിന്റെ ചില പോരായികകൾ ചില സ്ഥലത്ത് കളി കാണുന്നവർക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് മനസ്സിലാവും. ഇപ്പൊ ഇന്നലത്തെ കളി ആരായിരുന്നു, നമ്മളെ ബംഗാളും മണിപ്പൂരും തമ്മിൽ. അവരുടെ കളിയിൽ നമുക്കറിയാം ഫിനിഷിങ്ങിൽ വളരെ മോശമുണ്ട്. കളിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഫിനിഷിങ്ങിന് ആളില്ല. കേരള ടീമിന് പലപ്പോഴും ആദ്യത്തെ മിഞ്ഞാന്നത്തെ കേരള സെമി ഫൈനലിൽ തന്നെ ആദ്യം 3 ചാൻസ് കിട്ടി, ഫിനിഷിംഗ് ഉണ്ടായില്ല. ഒരു ചാൻസ് അവർക്ക് കിട്ടി, അത് ഗോളുമായി. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അടി തുടങ്ങിയപ്പോ പിന്നെ കേരളം 7 അടിച്ച് ഒന്നായിട്ട് 1, 2, 7 ഗോളൊക്കെ സന്തോഷ് ട്രോഫിയിലൊക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളെ ഒറ്റ ആളെ 5 ഗോള്. അപ്പൊ അത് അത്രയും ഇതാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഇന്നത്തെ സ്ഥിതി. കുട്ടികൾ കളിച്ച് നന്നാവും. ബംഗാള് കരുത്തരാണ്. ഞാൻ പണ്ട് കണ്ടിരുന്ന 56-ലെ ബംഗാളിന്റെ തുടർച്ചയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്നത്തെ എല്ലാ കളിയും നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കി പരിശോധിച്ച് വന്നാൽ കേരളത്തിന് ചാൻസ് ഉണ്ട്. കേരളത്തിന്റെ പ്ലസ് പോയിന്റ് കുട്ടികൾ നല്ല ഐക്യത്തോടു കൂടി കളിക്കുന്നുണ്ട്, മെനക്കെട്ട് കളിക്കുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ ആവേശത്തിനനുസരിച്ച് അവർക്കുണ്ട് ആവേശം. ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ, ആദ്യം ആ ആവേശം ഇവർക്കും വ്യക്തിപരമായ ആവേശമുണ്ട്. അത് 2 കൂട്ടിക്കലരുമ്പോ ഉണ്ടായ മറന്നിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് 2-ാം തീയതി ഫൈനലില് കേരളത്തിന് ജയിക്കാവുന്ന എല്ലാ സാധ്യതയുണ്ട്. എന്റെ ഒരു അഭിപ്രായം കണ്ടതിന്റെ അടിസ്ഥാനത്തിലുള്ളത് കേരളം ജയിക്കുന്നതാണ്. ഞാൻ പോവും, ഉറപ്പല്ലേ. ഞാൻ മിക്ക കളിക്കും അവിടെ ഉണ്ടാവും. ഞാൻ കമ്മിറ്റിയുടെ രക്ഷാധികാരിയും കൂടിയല്ലേ. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാവും. ഉണ്ടാവും. മലപ്പുറത്ത് ഇല്ല. മലപ്പുറത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം മലപ്പുറം കവാത്ത് പറമ്പ. പണ്ട് അവിടെ 5000 ആളെ ഇരിക്കുള്ളൂ. ഇത് 25-ന്റെ കണക്കാണ്. പക്ഷെ 30,000 35,000 ഒക്കെ കേറുന്നുണ്ട്. കണക്കിലപ്പുറം കേറുന്നുണ്ട് ആള്. അപ്പോ ഇനി അത് വലുതാക്കാനുള്ള 25 ഏക്കർ സ്ഥലമുണ്ടത്. അതൊരു വല്ലാത്ത നേട്ടം തന്നെ. നമ്മളെ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയ ഒരു ഗ്രൗണ്ടാണത്. നല്ല ഗ്രൗണ്ട്. എന്തായാലും
ചരിത്രം എഴുതും കേരളം. ചരിത്രമെഴുതും. ചരിത്രപരമായ ഒരു പശ്ചാത്തലം ഫുട്ബോളിന് നമുക്ക് ഉള്ളതുപോലെ ഈ കളിയിലും ഈ ടൂർണമെന്റിലും സന്തോഷ് ട്രോഫിയിലും ചരിത്രം കുറിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കേരളം കപ്പ് ഉറപ്പിച്ചിരിക്കുന്നു. കപ്പ് നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഫൈനലിന് കളി കാണാൻ പോവുക എന്നാണ് ഹംസാഗ പറയുന്നത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. സന്തോഷ് ട്രോഫിയുടെ പ്രതീക്ഷകൾക്കൊപ്പം മലബാറിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തിന്റെ ഇന്നലകൾ കൂടിയാണ് TK ഹംസ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം, ഇടവേളയ്ക്ക് ശേഷം.